അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് ചൊന്ന 25 നബിമാരിൽ ഇന്ന് വിവരിക്കോണ്ടത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചായിട്ടില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര ഏറെ ആൾമാർ കേട്ട വിഷയമായിട്ടില്ല. മീനിടെ ഭയത്തിൽ താമസിച്ച നബി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെ ഒരു അവസ്ഥ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിക്ക് ഉണ്ടാക്കി കൊടുത്ത അതൊരു അത്ഭുതമായിട്ടില്ല. മാത്രമല്ല, യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവിടുത്തെ സമുദായത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ചെന്നത് അള്ളാഹുടെ അദാബ് ഇറങ്ങുക റെഡിയായ ആ അദാബിനെ അള്ളാഹു താല പിറവെടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് മാത്രം. അള്ളാഹുടെ അദാബ് ആകാശ ഭാഗത്തിൽ നിന്നും കാറും മേഘങ്ങളും പുകയും ഇതെല്ലാം ആ റായത്തേക്ക് വന്ന് അങ്ങനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയ്ക്ക് എത്തിയപ്പോൾ അങ്ങെല്ലാവരും ബുൽപ്പിട്ട് മൃഗങ്ങൾ വരെ അതെല്ലാം അതിനെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി അള്ളാഹുടെ കൊല്ലെ താന്നിട്ട് അള്ളാഹുടെ കൊല്ലെ കീലായിട്ട് അങ്ങ് ദ്വാരെന്ന് ബുൽപ്പിട്ടപ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ശിക്ഷരെ നീക്കി കൊടുത്ത അങ്ങനത്തെ ഒരു ശിക്ഷരെ നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ യൂനുസ് നബിക്ക് മാത്രം. ഞങ്ങൾ യൂനുസ് നബിയുടെ ഉമ്മത്ത് സമുദായത്തിന് മാത്രം. അതേ സമയത്ത് ഞങ്ങൾ മുന്നത്തെ നബിമാരെ ഹിസ്റ്ററിയെല്ലാം കേട്ടില്ലേ? സാലിഹ് നബി അലൈഹിസ്സലാമുടെ ടീം, ഹൂദ് നബി അലൈഹിസ്സലാമുടെ ടീം, ലൂത്ത് നബി അലൈഹിസ്സലാമുടെ ടീം, അങ്ങനെല്ലാം അള്ളാഹു താല ശിക്ഷിച്ച് ആ ഒരു ശിക്ഷയുടെ രീതി ഞാൻ കേട്ടില്ല. ആ ശിക്ഷ വന്നിൽ പിന്നെ അങ്ങനെ പിറവെടുക്കേണ്ടില്ല. അത് എടുത്തത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമുടെ ആ ഉമ്മത്തിന് മാത്രമായിട്ട് കിട്ടുക. എന്താ എനിക്ക് കിട്ടിക്കിടുക? യൂനുസ് നബി അലൈഹിസ്സലാമുടെ ചരിത്രം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമുടെ അള്ളാഹു നീനാവാൻ ചൊല്ല റായത്തിന് നബിയും റസൂലുമായി കടത്തിനെ. ഞങ്ങളെ നബിയുടെ മുട്ട അദ്ദാസ് എന്ന ഒരാൾ, അതൊരു വലിയ ചരിത്രമായിട്ട് നബി എവിടെയൊക്കെ തായിഫ് പോയിട്ട് തിരിച്ചു പറയുമ്പത്ത് ഒരു മരത്തടിയിൽ വച്ചിട്ട് അപ്പം അവിടെയുള്ള ഉത്തുബ ചൗത്തൈപ്പാണ്ട് ചണ്ടാല ആ തോട്ടത്തെ ദ്രാക്ഷിയുടെ തോട്ട അതിലെ യജമാന അവിടുത്തെ സ്വറത്തവനായ അടിമയായ അദ്ദാസും ചൊല്ലാലെ വിളിച്ചിട്ട് ചെന്ന് ഇത് കൊണ്ടിട്ട് അയാൾക്ക് കൊടുക്കും. നബിക്കൊരു പാത്രത്തിൽ ദ്രാക്ഷിയുടെ ജ്വയ്ക്ക കൊടുന്ന അയാൾ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടായിട്ട് തിണ്ടത്. അപ്പം അദ്ദാസ് എടുത്ത് ഈ മക്കർ ആയത്തിലാറും ബിസ്മി ഇങ്ങനൊന്നും ചൊല്ലില്ലല്ലേ? അപ്പം നബി തങ്ങ അയാളോട്ട് എടുത്ത് നീങ്ങി ഏതൊരായത്തേൽ നാണ് നീനവൻ ചൊല്ലറായത്തേൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് യൂനുസ് നബിയുടെ റായത്തേലല്ലേ? അപ്പം ഇയാൾക്ക് എടുത്ത് യൂനുസ് നബിയെ നിങ്ങൾ എങ്ങനെ കൊടുത്താണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അത് നബിയായിട്ടിക്കട്, നാനും ഒരു നബിയായിട്ടിക്കട്. നബിമാരെല്ലാവർക്കും പരസ്പരം പരിചയിക്കട്, ഞങ്ങളെല്ലാം ഒരേ അബ്ബടെ മക്കളെ പോലെ. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമുടെ റായ നീനവാൻ ചൊല്ലിയ റായ ആയിട്ടിക്കട്. ആ റായത്തെ ആരെ പേര് ചെന്നിട്ടാകുമ്പോൾ നബി തങ്ങ ചെന്ന് യൂനുസ് നബിയുടെ റായത്തേലല്ലേ? അപ്പം കണ്ട് ചൊമ്മ ഗുർത്ത പരിചയ ഇന്നതുപോലെ ആയിട്ടിക്കട്. ആ നബിമാരെല്ലാവരും അങ്ങനെ തന്നെ ആയിട്ടിക്കട്. എല്ലാ നബിമാരെയും ഞങ്ങളെ നബിക്ക് പരിചയമുണ്ട്, ഗുന്തുമുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം നീനവാൻ ചൊല്ലുന്ന ആയത്ത് നബിയും റസൂലുമായി ഒരുപാട് അങ്ങനെ വിളിച്ചിട്ട് അങ്ങ് മുശ്രിക്കുകളായിരുന്നത്, അക്രമികളായിരുന്നത്, സത്യദീനുകളെ വിളിച്ചിട്ട് വർഷങ്ങളോളം പരിശ്രമിച്ചിട്ട് ഫലം കാണാട്ടിക്കുമ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം നിരാശയായിട്ട് എത്ര വിളിച്ചിട്ടും അങ്ങനെ അല്ലായില്ലേ? യൂനുസ് നബി അലൈഹിസ്സലാം റായ പൊട്ടുപോയിട്ട് ഇങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ ഒരു കപ്പലായിട്ടിരിക്കുന്ന മഹാനവറുകൾ കണ്ട് യാത്ര മധ്യയിൽ. അപ്പം ആ കപ്പലുക്ക് പത്തിത്ത് എവിടെ പോകേണ്ട എന്തിട്ടില്ല, കപ്പൽ കണ്ടിട്ടാകുമ്പോൾ ಅದಕ್ಕೆ പത്തിത്ത്. അപ്പം ഈ കപ്പലിലുള്ള യൂനുസ് നബിയുടെ മുഖം നോക്കുമ്പോഴത്തും യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കാണുമ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ, എനിക്ക് വലിയൊരു ചന്തവും നല്ലൊരാളുണ്ടല്ലോ എനിക്ക് മുഖം കാണുമ്പോഴത്തേക്കും തോന്നും. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കുന്നത്, നല്ല സ്ഥാനവും കൊടുക്കുന്നത്, കപ്പലിൽ 10 വാട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കപ്പൽ യാത്ര ചെയ്ത് നടുക്കടലിൽ എത്തിയപ്പോൾ
ഈ കപ്പൽ അവിടെ സ്തംഭിച്ചു ചൊന്നെങ്കിൽ കടൽ ക്ഷോഭിച്ചു ചൊല്ലു. കടൽ ചിലപ്പോൾ എല്ലാ ടൈമിലും കടൽ ഒരേപോലെ ചിലപ്പോൾ കാത്യാറ തിറമാറുകളെ കൊണ്ട് യാറ ഇങ്ങനെയല്ല അവിടെ ഇരിക്കണം. അപ്പം ഈ ഭയങ്കരമായിട്ട് കാത്തും തിരബണ്ടതും കപ്പൽ കൺട്രോൾ കൊണ്ടിരിക്കില്ല. അപ്പം അങ്ങനെ ചെന്നാറ് കപ്പലിലുള്ള ആളുമാർ ചെന്നാറ് കപ്പലിൻ്റെ നിയന്ത്രിക്കണമായിരുന്നു. ലോഡ് കൊറടിയാക്കണം ഇല്ല സാധ്യമേ ഇല്ല. അങ്ങനെ ഇന്ന ഐറ്റംകളെല്ലാം എടുത്ത് തണ്ണിക്ക് വലിച്ചെറിഞ്ഞത്. എന്നിട്ടും സാധ്യമില്ല. കപ്പൽ മുങ്ങുന്നുണ്ടാകുമ്പോൾ എനിക്കൊറിയാം മനുഷ്യന്മാരെ എരുന്നെങ്കിലേ ദിന്ന കൊറടിയായെങ്കിലേ എന്തെങ്കിലും ഞങ്ങൾ കാക്കുക അവര്. അതുകൊണ്ടിട്ട് ഇന്നും ദിന്ന കൊറടിയാവണം. ഇനിയിപ്പോൾ സാമാനം എന്തും ഇല്ല വലിച്ചെറിയോ, മനുഷ്യരുമേ വലിച്ചെറിയണം അത്രേ. അങ്ങനെ ആയിട്ട് ഇവിടെ ആരെ വലിച്ചെറിയേ. അപ്പം ഇന്ന കുറേ ആൾമാരിൽ നിന്ന് അങ്ങനെ ഇനിയിപ്പോൾ ആരെ വലിച്ചെറി. അതുകൊണ്ട് 10 ആള് ഇരിയാലിക്കൊമ്പത്തുകോ 1-2 വലിച്ചെറിഞ്ഞിട്ട് 18 രക്ഷപ്പെടാം. ഒരു ഉദാഹരണം ചെന്നാണ്. അങ്ങനെ ആയിട്ട് അങ്ങ് പേരെടുത്തിട്ട് ചീറ്റിട്ട് അപ്പായിട്ട് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ പേര് വന്നേ. പക്ഷേ അങ്ങനെ അത് ബാൻഡായിട്ട് ആൾമാർ ചൊല്ലേ. പക്ഷെ അയാൾ എത്ര നല്ലൊരു വ്യക്തിയെന്ന് 2-3 വട്ടം പേരിട്ടിട്ടാകുമ്പോൾ യൂനുസ് നബിയുടെ പേരേ വന്നേ. യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ അങ്ങെടുത്ത് കടൽ കയറിയേണ്ടി വന്നു. ആ എരിയലോട് കൂടെ യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ ഒരു മീൻ മുൽങ്ങിത്ത്. ആ മീനിനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല റെഡിയാക്കി വെച്ചതായിട്ട് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ മീൻ മുൽങ്ങിത്ത് അത് കടലിൻ്റെ അടിയിലേക്ക് പോയിത്തു. അതൊരു പ്രത്യേക രീതിയിലുള്ള മീനാവാം. അള്ളാഹു തആല അതൊക്കെയായിട്ട് സൃഷ്ടിച്ചതായിട്ട്. പക്ഷെ ഹദീസുകളിൽ കാണാം മീനുകളുള്ള കൽപ്പന തിന്നുകോ തീര, മുള്ളു പൊടിയാവുക തീര, എനിക്ക് റിസ്കല്ല. അപ്പോൾ കടലിൽ എത്രയോ ജീവികളില്ല ഞങ്ങൾ അറിയാത്തതും കാണാത്തതും. അപ്പം യൂനുസ് നബിക്ക് റബ്ബ് സുബ്ഹാനഹു തആല പ്രത്യേകമായി വ്യവസ്ഥയാക്കി. അള്ളാഹുടെ തഖ്ദീർ അങ്ങനെയല്ല. അള്ളാഹു തആലക്ക് ഇപ്പം അവിടെ പിന്നെ കൊന്തവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ. അള്ളാഹു എല്ലാം അവൻ ഇങ്ങനെ ആവണം ചെന്നിട്ട് റബ്ബ് സുബ്ഹാനഹു തആല തീരുമാനാക്കി വെച്ചതല്ലേ. അപ്പം യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ആ മീൻ മുറിഞ്ഞിട്ട് അത് കടലിൻ്റെ അടിയിലേക്ക് പോയിത്തു. യൂനുസ് നബി അലൈഹി സ്വലാം മരിച്ചിട്ടില്ല. അള്ളാഹുടെ കുദറത്തായിട്ടില്ല. യൂനുസ് നബി അലൈഹി സ്വലാം കടലിൻ്റെ അടി ഭാഗത്ത് പോയിട്ടാകുമ്പോൾ കുറേ അപ്പുറത്തിട്ടാകുമ്പോഴത്തൊക്കെ ഇത് യൂനുസ് നബിയെ വിളിച്ചോണ്ട് ചുറ്റിട്ട് ഈ മീൻ കുറേ ഭാഗങ്ങളൊക്കെ ഈ തസ്ബീഹ് ചൊല്ലത് കേൾക്കുന്നത്. അള്ളാഹുക്ക് തസ്ബീഹ് ചൊല്ലത്. യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹുക്ക് തസ്ബീഹ് ചൊല്ലാനല്ലേ. അതിലെ തസ്ബീഹ് കേട്ടിട്ടാകുമ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാം തസ്ബീഹ് ചൊല്ല സുറത്ത്. അപ്പോൾ യൂനുസ് നബിക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുക്കുക. അള്ളാഹുവിടെ മനസ്സ് കിട്ടു കൊടുക്കണം യൂനുസ് നബി അലൈഹി സ്വലാം. അല്ലെങ്കിൽ വഹിയത്ത മലക്കുകൾക്കൊക്കെ പോകല്ലോ. അത് എന്തായിട്ടിക്കണ് മീനുകൾക്കുള്ള തസ്ബീഹ്. അത് യൂനുസ് നബി അലൈഹി സ്വലാം തസ്ബീഹ് ചൊല്ല്. അങ്ങനെ തസ്ബീഹ് ചൊന്നൽ പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ചൊല്ല്. തസ്ബീഹ് ചൊന്നത് കൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഏതായിട്ടിക്കണ തസ്ബീഹ്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതിൽ തസ്ബീഹിൻ്റെ അള്ളാഹുടെ ദോഷങ്ങൾ പൊറുക്കൽ കേൾക്കലുണ്ട്. ഇത് ആ തസ്ബീഹ് ചൊന്നതുകൊണ്ടായിരിക്കും യൂനുസ് നബി അലൈഹി സ്വലാം മീൻ്റെ ഭയത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അപ്പം എത്ര നാളും മീൻ്റെ ഭയത്തിലുള്ളത് 40 നാളും ചൊന്നങ്ങുള്ളാറ്. അതിനെ കുറടി ചൊന്നങ്ങുമുള്ളാറ്. ഏതായാലും കൊറിയ ടൈം യൂനുസ് നബി അലൈഹി സ്വലാം മീൻ്റെ ഭയത്തിലിരുന്നത്. അപ്പം ആ ടൈം കഴിഞ്ഞാൽ പിന്നെ മീൻ വന്ന് കടലിൻ്റെ അർഗ് വന്ന് യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ കടലിൽ അർഗ് വന്ന് തുപ്പിത്ത് ആ മീൻ പോയിത്ത്. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അവിടെ ചൊല്ല്. ആ യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ കുറേ നാൾ മീൻ്റെ ഭയത്തിലുള്ളതല്ല. അപ്പോൾ ഒരു മുദ്ദായിട്ട് ഒരു പക്ഷിയുടെ കുഞ്ഞു പോലെ പെറ്റ കിടാവിടെ പോലെ യൂനുസ് നബി അലൈഹി സ്വലാം ആയിട്ടിരുന്നുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടേക്കും. അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ അവിടെ മുട്ടത്തിൽ അള്ളാഹു തആല ഖുർആനിൽ ചൊല്ല ഒരു ചൊരയുടെ ബല്ലി ഞങ്ങൾ കൊടിപ്പാട്ടിയാണ്. ചൊരയുടെ ബല്ലി ഒന്നെങ്കിൽ ചൊരയുടെ ബള്ളി മനുഷ്യരുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടില്ല. ചൊരയും നല്ലതായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തറക്കാരായിട്ടിരുന്നത് ചൊര. അതിനെ പൂലെല്ലാം പെരക്കിയെടുത്ത് നബി തങ്ങൾ തിന്നോണ്ട്. അപ്പം ആരോഗ്യത്തിൽ ഏറ്റവും നല്ലതായിട്ടില്ല ചൊര എന്നുള്ളത്. അപ്പം ആ ചൊരയുടെ ബള്ളിയുടെ കാത്തടിച്ച് ഈ ചൊരയുടെ ബള്ളിയുടെ മുട്ട അങ്ങനെ പുഴു ഇതൊന്നും പണ്ടില്ല. ഈപ്പല്ല പണ്ടില്ല. അപ്പം ഇതെല്ലാം യൂനുസ് നബി അലൈഹി സ്വലാമിക്ക് ഒരു പ്രത്യേക കാവലായിട്ടില്ല. അത് തണലിട്ട് കൊടുത്തു എന്നുള്ളത്. അതൊക്കെ ഞങ്ങൾ ബാക്കി ബള്ളിയും ബാക്കിയുള്ള വസ്തുക്കളെ പോലെ മനസ്സിലാക്കത്തില്ല. അമ്പിയാക്കന്മാരാകുമ്പോൾ മോജിസത്തിക്ക് അള്ളാഹുറുടെ കുതിരത്ത് പ്രത്യേകമായ അങ്ങ് ഒരു രീതി ഉണ്ടാവും. മോജിസത്ത് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സാധാരണ ഉണ്ടാവുക വിരുദ്ധമായിട്ടിട്ട് മോജിസത്ത്.
മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ആരോഗ്യവാനാണ്. അപ്പം യൂനുസ് നബി അലൈഹിസ്സലാം ഈ റായത്തെ പോയാൽ പിന്നെ ഈ റായ വിട്ടാൽ പിന്നെ യൂനുസ് നബി അലൈഹിസ്സലാം അങ്ങനെ ഈ റായത്തെ വിട്ടു വന്നത് കൊണ്ട് ഈ എന്തെങ്കിലും ഇങ്ങനെ അയത്തിന് കേട്ടെങ്കിൽ യൂനുസ് നബി അലൈഹിസ്സലാം റായ വിട്ടു വന്നത് അള്ളാഹു പോറും ചൊല്ലേക്ക് മുന്നോട്ട് പോയതായിട്ട് ഇതിലെ കാരണം എല്ലാ നബിമാർക്കും അള്ളാഹു താല ആ റായ വിടുക അനുമതി കൊടുക്കുക. അതാ നിങ്ങൾ പോറിന് ബാക്കി ആ റായത്തിന് ശിക്ഷ പണ്ട് അങ്ങ് ഊദ് നബിയുടെ ചരിത്ര, സ്വാലിഹ് നബി അലൈഹി സ്വലാമിയുടെ ചരിത്ര, ലൂത്ത് നബി അലൈഹി സ്വലാമിയുടെ ചരിത്രത്തിലുള്ള കേട്ടില്ല. പക്ഷെ അങ്ങനെ അനുമതി കൊടുക്കുകയ്ക്ക് മുന്നലായിട്ട് യൂനുസ് നബി അലൈഹി സ്വലാം പോയത് കൊണ്ടായിട്ട് ഈ ഒരു അവസ്ഥ യൂനുസ് നബിക്ക് ഉണ്ടായത്. ഇത് ദോഷം ചെയ്തത് എന്തുമല്ല, പക്ഷെ അനുമതി കിട്ടിയാൽ പിന്നെ ആയിട്ട് പോണായത് മുന്നലേ പോയത് കൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കി കൊടുത്ത എന്നതായിട്ട്. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാം റായ വിട്ടു പറമ്പ് അങ്ങോട്ട് ചൊന്നിട്ടിന്ത് 3 നാട് നിങ്ങൾക്ക് അള്ളാഹുടെ ശിക്ഷ പറവും. അങ്ങനെ അതാ ചിമ്മയും അതുപോലെ പുകയുള്ള മോഡല്ല മേൽഭാഗത്തിൽ വന്നിട്ട് അങ്ങനെ മേൽഭാഗത്ത് ഇതൊക്കെ നിറഞ്ഞിട്ട് ഇടി ചിമ്മ കുത്തിട്ട് മോട വന്നിട്ട് പുക പിടിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ തീമല മുന്നത്തെ നബിമാരെ സമുദായമെല്ലാം നിഷേധിച്ചിട്ട് നമുക്ക് തീമല വന്ന ശിക്ഷയെല്ലാം ഇങ്ങനെ കുന്തിക്കും. അപ്പം ഇതൊക്കെ ഇങ്ങനെ പേടിച്ചാറ് യൂനുസ് നബി അലൈഹി സ്വലാം ചെന്ന പോലെ ആയിത്തല്ലേ. അപ്പം ഇങ്ങെന്താക്കാറ് എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി മറുഭൂമിയിൽ കൂടിയത് മാത്രമല്ല അങ്ങനെ മൃഗങ്ങളെ വരെ വിളിച്ച് വന്നാറ്. മൃഗങ്ങളെ വിളിച്ച് വന്നിട്ട് അതിലെ കുഞ്ഞിലെ പേരെ ഉമ്മയുടെ പേരെ പേരാക്കിയിട്ടെല്ലാം നിപ്പാട്ടിയാറ്. എല്ലാവരും കൂടി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാറ്. മാത്രമല്ല മൃഗങ്ങൾ വരെ ബുൾപുട്ടിട്ട ഒട്ടകങ്ങൾ, ആട്, പശുക്കൾ ഇതെല്ലാം ബുൾപുട്ടിട്ട് അതായത് അതിലെ രീതിയിലുള്ള ശബ്ദത്തിൽ അതെല്ലാം കരഞ്ഞ് ബുൾപുട്ടിട്ടാകുമ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ ശിക്ഷയെ നീക്കി കൊടുത്താൽ അങ്ങനെ ശിക്ഷയെ നീക്കി കൊടുത്തത് യൂനുസ് നബിയുടെ സമുദായത്തിന് മാത്രമേ ഉള്ളേ. അപ്പൊ നീക്കി കൊടുത്തിട്ടാകുമ്പോൾ അങ്ങെല്ലാവരും നന്നായ എന്നിട്ട് അങ്ങ് വിചാരിച്ച് അങ്ങ് ആശിച്ചത് ഞങ്ങളെ നബി ഇപ്പോൾ ಬೇನಿಂತ നബിനൊന്ന് ഞങ്ങൾക്ക് കാണാനിಂತ ആ നബിയൊന്ന് ഞങ്ങൾക്ക് കിട്ടണമെന്ത്. അപ്പോൾ ഈ യൂനുസ് നബി അലൈഹി സ്വലാം ഇതൊക്കെയായി അവിടെ കിടന്ന ഈ മീൻ്റെ ഭയത്തിൽ നിന്ന് മീൻ കടലിറങ്ങി വന്ന് തുപ്പിത്ത് യൂനുസ് നബി അലൈഹി സ്വലാം അവിടെ ആരോഗ്യവനായിട്ട് ഉഷാറായിട്ട് പിന്നെ അവിടെ നടന്നിട്ട് യൂനുസ് നബി അലൈഹി സ്വലാം നീനാവാൻ ചൊല്ല റായത്ത് വന്ന് നോക്കുമ്പോൾ എല്ലാവരും സ്വാഗതമാക്കിയ ഖുർആൻ ചൊല്ല് 1,00,000 അതിനേക്കാൾ ഏറെ ആൾമാരായിട്ട് ആ റായത്തിലുണ്ട് വിശ്വസിച്ചങ്ങ ചില അത്ര ആൾമാരെന്നാറ് എല്ലാവരും വിശ്വസിച്ചാറ്. യൂനുസ് നബി അലൈഹി സ്വലാം യൂനുസ് നബി അലൈഹി സ്വലാമുക്ക് സന്തോഷമായിട്ട് അങ്ങക്കും സന്തോഷമായിട്ട് അള്ളാഹു തആല എന്താക്കി ആ സമുദായത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. അതായിട്ട് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. യൂനുസ് നബി അലൈഹി സ്വലാം മീൻ്റെ ഭയത്തിൽ ചെന്ന തസ്ബീഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ലി ഏത് പ്രതിസന്ധിയിലും ഏത് കഷ്ടത്തിനും പുറത്ത് ചൊന്നാൻ കണ്ടെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ വലിയൊരു ദിക്റായിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഏത് ദിക്റിൽ നിന്നാണ് ഏത് കുടുക്കിൽ നിന്നാണെങ്കിലും രക്ഷപ്പെടുക, ഏത് ആഫത്തിൽ നിന്നും രക്ഷപ്പെടുക, ഏത് പ്രതിസന്ധിയും നേരിടുക ചൊല്ലേണ്ട ഒരു ദിക്റായിട്ട് ഇത്. ഇതിൽ ലാ ഇലാഹ ഇല്ലാ അൻത പടച്ചവനെ നീ അല്ലാണ്ട് ഇലാഹില്ല, സുബ്ഹാനക നീ എത്ര പരിശുദ്ധൻ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ ദുൽമ ചെയ്തവനായിട്ടില്ല, ദോഷം ചെയ്തവനായിട്ടില്ല. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാം ദോഷം ചെയ്തതോ അല്ല, അത് ദോഷം ചൊല്ലില്ല. അതേ സമയത്ത് അങ്ങനത്തെ സംബന്ധിച്ച് വലിയ തപ്പായിട്ടല്ലേ മനസ്സിലാക്കണേ. അപ്പോൾ നബിമാർ ദോഷം ചെയ്യല്ലേ, പക്ഷെ അതേ സമയത്ത് അങ്ങ് അള്ളാഹുടെ പൊറുക്കല്ലേ കേൾക്കാറ്. അങ്ങനെ നബിച്ചൊന്നല്ലേ ഞാൻ 100 വട്ടം അള്ളാഹുടെ പൊറുക്കല്ലേ കേൾക്കാറ്. അതിനർത്ഥം 100 ദോഷം ചെയ്തിട്ടല്ല. പൊറുക്കള്ളി കേൾക്കണേ എന്നുള്ളത് ദോഷം ചെയ്തതൊക്കെ മാത്രമുള്ളതായ ഒന്നല്ല. അപ്പൊ ഇത് ഞങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് തസ്ബീഹായിട്ടിക്കട്, 2 അള്ളാഹുടെ പൊറുക്കള്ളി കേൾക്കലായിട്ടിക്കട്, അള്ളാഹുടെ തൃപ്തി ആഗ്രഹിച്ച് അള്ളാഹുടെ പൊരുത്തം ആഗ്രഹിച്ച് ഇത് ചൊന്നേൻ കണ്ടെങ്കിൽ വലിയൊരു നേട്ടമായിട്ടിക്കട് ഇതൊക്കെയുള്ളത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവരൊക്കെ ആ നബിമാരോടൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.